ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ശിവശങ്കരൻ മേനോൻ പുറത്തു പോയി വന്നിട്ട് കമലയുടെ അടുത്തും വൈജയന്തിയുടെ അടുത്തും പറയുന്നുണ്ട്, ഞാൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, അവിടെ ബാലചന്ദ്രൻ ഇല്ല, മക്കളെയും കാണാനില്ല, വീട് പൂട്ടിയിരിക്കുന്നു, എവിടേക്ക് പോയതാണെന്ന് അറിയൂ, നീ വിളിച്ചായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനെന്തിനാണ് വിളിക്കുന്നത്, ഇപ്പോൾ എന്തിനാണ് ശിവേട്ടനെ അങ്ങോട്ട് പോയത്, അങ്ങോട്ട് പോകേണ്ട കാര്യം എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിൻ്റെ കാര്യം പറയാൻ തന്നെ, നിനക്കിങ്ങനെ ഇവിടെ ഇരുന്നാൽ മതി, അങ്ങോട്ട് പോകുമൊന്നും വേണ്ടേ, അത് നിൻ്റെയും കൂടി വീടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തിയുടെ അടുത്ത് പറയുന്നുണ്ട്. വൈജയന്തി പറയുന്നുണ്ട്, എന്നെ ഇപ്പോൾ ബാലചന്ദ്രന് വേണ്ട, എൻ്റെ ചോരയും നീരും ഒക്കെ പറ്റിയല്ലോ, സ്വർണവും കാശും ഒക്കെ കൊടുത്താൽ ഒരുപാട് പെൺപിള്ളേരെ വേറെയും കിട്ടുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ള എവിടേക്കും പോയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് ബാലചന്ദ്രനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ശിവശങ്കരൻ പറയുന്നുണ്ട്, നിൻ്റെ കൂടെ ഇത്രയും കാലം ജീവിച്ചിട്ട് ആരുടെ കൂടെയാണ് പോയത്, ഒരാളുടെ പേര് നീ പറയേ, അലീനയെ ഒഴിച്ച് ബാക്കിയുള്ളവരുടെ പേര് നീ പറയേ എന്ന് പറയുന്നത്. അപ്പോൾ അലീനയുടെ പേര് പറഞ്ഞാൽ എന്താ കുഴപ്പം, അലീനയുടെ പേര് നീ പറഞ്ഞ് നിൻ്റെ ചെവി അടിച്ച് പൊട്ടിക്കും ഞാൻ എന്ന് പറഞ്ഞിട്ട് ശിവശങ്കരൻ മേനോൻ വൈജയന്തിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നെ വേണ്ട, ബാലചന്ദ്രന് എന്നെ വേണ്ടാതായി, ഞാൻ എന്താണ് ചെയ്യുക, ഞാനിപ്പോൾ ഒന്നും നിൽക്കാത്തത് കൊണ്ടായിരിക്കാം എന്നെ വേണ്ടാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാരണങ്ങൾ വൈജയന്തി പറയുന്നുണ്ട്. അപ്പോൾ ശിവശങ്കരൻ പറയുന്നുണ്ട്, അങ്ങനെ വേണ്ടാതായത് നീ ഒരൊറ്റ കാരണമാണ്, നീ എന്താണ് ബാലചന്ദ്രന് ഇത്രയും കാലം കൊടുത്തത്, 23 വർഷം മേലെയായില്ലേ കല്യാണം കഴിഞ്ഞിട്ട്, ഇന്ന് വരെ നീ അയാൾക്കൊരു സ്വസ്ഥത കൊടുത്തിട്ടുണ്ടോ, സ്നേഹം എന്താണെന്ന് അറിയിച്ചിട്ടുണ്ടോ, നിനക്ക് നിന്നോട് മാത്രമേ സ്നേഹമുള്ളൂ വൈജയ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കമലയ്ക്കിട്ടും ഒരു കൊട്ട് ശിവശങ്കരൻ മേനോൻ കൊടുക്കുന്നുണ്ട്. എനിക്കും സമാധാനം എന്താണെന്ന് ഞാനും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, ഞാനും വൈജയന്തിയെ പോലെ ശിവേട്ടന് ഇവിടെ സമാധാനം തന്നിട്ടില്ല എന്നാണോ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ അധികവും ഇവിടെ ഇല്ലല്ലോ, ഞാൻ എപ്പോഴും ഗൾഫിലാണല്ലോ, അതുകൊണ്ട് ഞാൻ ബാലചന്ദ്രൻ്റെ അത്രയും അനുഭവിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. ശിവശങ്കരൻ വൈജയന്തിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും വൈജയന്തി വഴങ്ങുന്നില്ല, തിരിച്ച് മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കൃഷ്ണയും ബബിതയും കൂടി ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. രേവതിക്കുട്ടിയെ ഇവർ നോക്കുന്നത് ഒരു അനാഥ കുട്ടിയെ പോലെയല്ല, സ്വന്തം വീട്ടിലെ അംഗത്തെ പോലെയാണ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണ പറയുന്നുണ്ട്. നമ്മുടെ വീട്ടിലായിരുന്നെങ്കിൽ അമ്മ ഓടിച്ചേനെ, അതിനൊന്നും സമ്മതിക്കില്ല, എന്നെ പഠിപ്പിക്കുമ്പോൾ തന്നെ അമ്മ എന്തൊക്കെ പറഞ്ഞു, പിന്നെയല്ലേ അലീന ചേച്ചിയെ പഠിക്കാൻ വിടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പം ബബിത പറയുന്നുണ്ട്, അമ്മ പാവമാണ്, അമ്മൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടാവും, അമ്മ പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയെക്കുറിച്ചിട്ടും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും വൈജയന്തി ബബിതയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. വലിഞ്ഞു കയറി ഒരാൾ വിളിക്കുമ്പോഴേക്കും വലിഞ്ഞു കയറി ചെല്ലുകയാണോ വേണ്ടത്, എനിക്ക് പോകേണ്ട കാര്യം എന്തായിരുന്നു അവിടെ, എന്താ നിൻ്റെ പ്രശ്നം എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബബിതയുടെ അടുത്ത് ചൂടാവുന്നുണ്ട് വൈജയന്തി വിളിച്ചിട്ട്. അലീന എവിടെ പോയാലും അട്ട ഒട്ടുന്ന പോലെ ഒട്ടും, അതാണ് അവളുടെ സ്വഭാവം, നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോര് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇല്ല, ഞങ്ങൾ അലീന ചേച്ചിയുടെ കൂടെയേ വരുള്ളൂ, ഞങ്ങൾ ഒരുമിച്ച് വന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ബബിത ദേഷ്യം വന്നിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. അലീന രേവതിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, രോഹിത്തിനെ നീ ഇനി കളിയാക്കരുത്, വീര എന്നൊന്നും വിളിക്കരുത്, അവനെ നീ ഒരുപാട് കളിയാക്കുന്നുണ്ട്, അത്രയ്ക്കൊന്നും വേണ്ടാട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഗ്രഹസമയം പറഞ്ഞു കൊടുക്കുന്നുണ്ട് രേവതിയോട്, ഇത്തിരി ഓവറാണ് നീ പറയുന്നത്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല ആരുടെ അടുത്തും. അങ്ങനെ ഒരു വർത്തമാനം കണ്ട് നിൽക്കുമ്പോൾ അലീനയുടെ ഫോണിലേക്ക് മനു വിളിക്കുന്നുണ്ട്. മനു വിളിച്ചിട്ട് പറയുന്നുണ്ട്, ആൻറ്റി അറിഞ്ഞു നിങ്ങൾ അങ്ങോട്ട് പോയത്, മാമച്ചൻ്റെ വീട്ടിലാണ് രേവതിക്കുട്ടിയെ കാണാൻ പോയതാണെന്നുള്ള കാര്യമൊക്കെ ആൻറ്റി അറിഞ്ഞു ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അയ്യോ മേഡം അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഷോക്കായ പോലെ നിൽക്കുന്നുണ്ട് അലീന. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.